പുതിയ തലമുറയിൽ ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ അത്തരം രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുകയാണ്. എന്താണ് ഇതിന് കാരണം? കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ആനന്ദ് കുമാർ V സംസാരിക്കുകയാണ്. ഓവർ ടു ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ഈ ഒരു 3 ഡെക്കേഡിലുള്ള മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദ്രോഗം വരുന്നവരുടെ പ്രായം വളരെ കുറഞ്ഞു വരുന്നു. ഇപ്പം പണ്ടൊക്കെ ഒരു 60 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സിലൊക്കെ ആയിരുന്നു ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അത് 60കളായി, 50കളായി. ഇപ്പം നമ്മൾ കാണുന്ന ആവറേജ് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു 30-40 അല്ലെങ്കിൽ 30-45 വരെയാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന മാറ്റം. ഇതിൻ്റെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, ചേഞ്ചിങ് ഫുഡ് ഹാബിറ്റ്സ്, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, സ്മോക്കിംഗ്, എക്സസൈസ് ഇല്ലായ്മ, ഒബിസിറ്റി, ആഹാരക്രമീകരണം. സോ ഇതെല്ലാം ഇപ്പം യുവാക്കളിൽ കൂടുതലാണ്, ചെറുപ്പക്കാരിൽ കൂടുതലാണ്. അപ്പം ഇതൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഈ സ്ട്രെസ്സും ഒരു പരിധിവരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ട്രെസ്സ് ഹാർട്ട് ഡിസീസിൻ്റെ കാരണമായിട്ട് പഠിക്കാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരു നോൺ കോസാണ്. പിന്നെ പൊല്യൂഷൻ, പണ്ടും പൊല്യൂഷൻ നമ്മളൊരു ഹാർട്ട് ഡിസീസിൻ്റെ കാരണമായി ബുക്കുകളിലില്ല. പക്ഷേ ഇപ്പോഴത്തെ റിസർച്ചിലെല്ലാം പറയുന്നത് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നത് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.